പുലിയൂർ സെന്റ് മേരീസ് ആൻഡ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 60ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പുതുക്കി പണിത കുരിശിൻ സൗധത്തിന്റെ കൂദാശ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിലയ്ക്കൽ ഭദ്രാസനജപൻ അഭിവന്ദ്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് കൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ഈ ധന്യവേളയിലേക്ക് ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള ഈ ദേശവാസികളായ എല്ലാ പ്രിയപ്പെട്ടവരുമേ, പുലിയൂർ സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോർജ് ഇടവകയുടെ വകയായി ഈ സ്ഥലത്തുണ്ടായിരുന്ന ഒരു പുരാതന കുരിശടി അതിപ്പോൾ പുതുക്കി പണിത് നല്ല മനോഹരമായ ഒരു കൽക്കുരിശ് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നു. ഈ കുരിശടിയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഇപ്പോൾ നിർവഹിക്കുന്നതിനായിട്ട് ഒരുങ്ങുകയാണ്. ദൈവത്തെപ്പറ്റി നമ്മുടെ മനസ്സിലാക്കുന്നത് ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളതാണ്. ദൈവം സർവ്വവ്യാപിയാണ് എന്ന് നാം പറയും. എന്നാൽ സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ. അതായത് മതവിഭാഗത്തിൻ്റെ ദേവാലയമാണെങ്കിലും പ്രത്യേകമായ ദൈവ സാന്നിധ്യം ദേവാലയങ്ങളിലുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ആ സ്ഥലങ്ങളാണ് ആരാധനാലയങ്ങളായി തീരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി രക്ഷയുടെ അടയാളമായി തീർന്ന ഒന്നാണ് കുരിശ് എന്ന് പറയുന്നത്. അത് മുമ്പ് വരെയും അത് ശിക്ഷയുടെ അടയാളമായിരുന്നു. യേശുക്രിസ്തു ക്രൂശിതനാവുകയും ആ ക്രൂശ് മരണം രക്ഷയുടെ മരണമായി രൂപാന്തരപ്പെട്ടതോടുകൂടി കുരിശ് ശിക്ഷയുടെ അടയാളത്തിൽ നിന്നും രക്ഷയുടെ അടയാളമായി തീർന്നു. ദേവാലയങ്ങളിൽ നാം കുരിശ് സ്ഥാപിക്കും. ആഭരണങ്ങളിൽ നാം ഭക്തിപൂർവം കുരിശ് നാം ധരിക്കുന്നുണ്ട്. ഭവനങ്ങളിൽ കുരിശ് വെക്കുന്നുണ്ട്. ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കുരിശ് നാം സ്ഥാപിക്കുന്നു. ഇത് രക്ഷയുടെ തുറമുഖമാണ്. ഇതുവഴി കടന്നു പോകുന്ന ആർക്കും യേശുക്രിസ്തുവിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള സ്മരണ ഹൃദയത്തിൽ ഉയരുന്നതിനും ഈ കുരിശെങ്കിലേക്ക് നോക്കി വണങ്ങി യേശുക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെയും അവൻ നേടിത്തന്ന രക്ഷയുടെയും സ്മരണ പുതുക്കുന്നതിന് ഈ കുരിശിൻ്റെ സാന്നിധ്യം നമ്മെ സഹായിക്കും. ദൈവവിശ്വാസത്തോടുകൂടി ഇതിലേക്ക് നോക്കുന്ന ആർക്കും ഇത് രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യും. ഈ ദേശം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ദേശമാണ്. ഭാരതത്തെപ്പറ്റി പൊതുവായിട്ടും കേരളത്തെപ്പറ്റി പൊതുവായിട്ടും പറയുന്നതാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രത്യേക സന്ദേശം. വ്യത്യസ്തങ്ങളായ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠിക്കുകയും പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ വ്യക്തിജീവിതത്തിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങളും ആരാധനകളും വെച്ച് പുലർത്തുമ്പോൾ തന്നെ പരസ്പര ബഹുമാനത്തോടും പരസ്പര സൗഹൃദത്തോടും കൂടി കാണുകയും ബഹുമാനിക്കുകയും സഹകരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായിട്ട് ഉള്ളത്. ആ വലിയ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും മതസഹിഷ്ണുതയുടെയും എല്ലാം വലിയ സന്ദേശം വീണ്ടും നമുക്ക് ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ ഇടവകയ്ക്കും ഇടവാംഗങ്ങൾക്കും മാത്രമല്ല, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ
ദൈവവിശ്വാസികളായ ഈശ്വരവിശ്വാസികളായ ഏവർക്കും തന്നെ ഈ കുരിശിലേക്ക് കടന്നു വരുന്നതിന്, ഇവിടെ തലകൾ വണങ്ങി പ്രാർത്ഥിക്കുന്നതിന്, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിന്, അത് മുഖാന്തരമായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും ശുദ്ധിമാന്മാരുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ കുരിശിൻ്റെ നിർമ്മാണം, ഈ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഈ വഴിയുടെ വക്കിന് ഈ കുരിശിൻ്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹപ്രദമാണ്. നല്ലൊരു സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുവേണ്ടി കണ്ടെത്തി സമർപ്പിച്ചു. ഈ സ്ഥലത്ത് മനോഹരമായ കുരിശ് പുതുക്കി പണിയുന്നതിന് ഇടവകയ്ക്ക് സാധിച്ചു. ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത വികാരിയച്ഛനെയും ഇടവകയുടെ മറ്റു ചുമതലക്കാരെല്ലാവരെയും ഇത്തരത്തെ പ്രത്യേകമായി അനുമോദിക്കുകയും ചെയ്യുന്നു. അഭിവേദനായ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മർത്താനാസിസ് തിരുവനന്തപുരത്താണ് യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കേണ്ടത്. തിരുവനന്തപുരത്താണ് കല്ലിടൽ ശുശ്രൂഷ നിർവഹിച്ചത്. തിരുവേൻ്റെ പ്രത്യേക അനുവാദത്തോടുകൂടി തിരുവേനിക്ക് പകരമായിട്ട് ഞാൻ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ എനിക്ക് വേറെ ഇതിൽ പങ്കാളിയാകുന്നതിന് സാധിച്ചുള്ള പ്രത്യേകമായ സന്തോഷവും സംതൃപ്തി കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദരായ വൈദിക ശ്രേഷ്ഠരെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മുൻ വികാരിമാരും ദേശത്ത് പട്ടക്കാരും ഒക്കെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇടവാംഗങ്ങളും പ്രിയപ്പെട്ടവരും സ്നേഹിതരുമായ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഈ കുരിശുരുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഇപ്പോൾ നിർവഹിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്നിടയാരോട് കരുണയുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. ഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്നേക്ക് ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകളും കുരിശും സഹിക്കുകയും തിരുഹിതപ്രകാരം മരിച്ച് ഞങ്ങളുടെ മൃതാവസ്ഥയെ ജീവിപ്പിക്കുകയും ചെയ്തതിനായി മിശിഹാ തമ്പുരാനെ, എൻ്റെ കർത്താവേ പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹോദരന്റെ നാമത്തിൽ ജീവനുള്ള നിന്റെ പരിശുദ്ധ ശ്രീവ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ മഹിമയുള്ള ദിവസത്തിൽ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ നീ വസിപ്പിക്കണമേ. നിന്റെ കൃപാകാരുണ്യങ്ങളാൽ ഞങ്ങളെ സന്ദർശിക്കണമേ. നിന്റെ ആർദ്രതയാൽ ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിന്റെ കാരുണ്യാതിരേകത്താൽ സകല ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. മോറൻ വാലോഹാൻ ലോൽമീ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ പാപങ്ങൾ നിന്നെ ഇവിടെ പാകണമേ. ക്രമങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ
നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനം നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തെ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ നിന്നെ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യനെ നിറയിച്ചു. നിന്റെ സോപ്പുകൊണ്ട് എന്റെ മേൽ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും നീ മായ്ക്കണമേ. ദൈവമേ, വെടിപ്പ് അന്വേഷിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനോട് പുതുവാക്കണമേ. നിന്റെ തിരുവമ്പിനെ തള്ളിക്കളയരുത്, നിന്റെ വിശുദ്ധാത്മാവിനെ എടുക്കുകയുമരുത്. എന്നാലോ നിന്റെ ആനന്ദ രക്ഷയും എനിക്ക് തിരിച്ചു തരയണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ അതിക്രമക്കാർ നിന്റെ വഴികളെ ഞാൻ പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിനെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവ് നിധിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ഇറങ്ങി തുറന്നു പറയണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നന്മ ചെയ്യണമേ, ഉർസലേമിന് അതിനുള്ള പണിയണമേ. അപ്പോൾ നീ റോമിനെ ഇഷ്ടപ്പെടും. അപ്പോൾ شهلا بول بروال روح قاديشو من ولم آدم الولم والمنام ഹോവാനങ്ങൾ സ്ലീബായാൽ മോദിപ്പിച്ചോനെ സഭയെ മോദിപ്പിക്ക സുതരെ കാക്കുക സ്ലീബായാൽ ദേവേശ ചെയ്യുക കാരുണ്യം. ക്രൂശക ജനതയെ ലജ്ജിപ്പിച്ചാമോദിപ്പൂജാദികളും സഭയും സുതരും സ്ലീബായെ വന്ദിക്കുന്നു. ദേവേശ ചെയ്യുക കാരുണ്യം. മോദിപ്പിക്കുക സ്വസ്ഥതയാൽ ശാന്തിയിലാഹ്ലാദിപ്പിക്കാം. നിൻ സ്ലീബായാൽ കടപാപങ്ങൾ മോചിക്കാദേവേശ ചെയ്യുക കാരുണ്യം. ബാറക്കുമോ ഓലം വാദാമിൽ ഓലം വൽമീനാമി സ്തുതിദാതെന്നും തനയെന്നും ഹല്ലേലൂയ റൂഹായ്ക്കും. ഈ ശുദ്ധദിനെ ഞങ്ങളെ മോദിപ്പിച്ചോനേ ദേവേശ ചെയ്യുക കാരുണ്യം. നിന്നെ പ്രതിനിത്യം മൃതരാമടിയാർ ഹല്ലേലൂയ ബലിയാടുകൾ പോലെണ്ണപ്പെട്ടോ. ഉണരുക മയങ്ങരുതേ നാദാ ഹല്ലേലൂയ. ഓർക്കണമെങ്ങളെ വിസ്മൃതരാകരുതേ. തിരുമുഖമെങ്ങളിൽ നിന്നുതിരിക്കരുതേ. ഹല്ലേലൂയ മറക്കരുതങ്ങടെ ദാശാപീഡകളും. പൂഴിയിലടിയാർ നിദ്രിതരായതിനാൽ ഹല്ലേലൂയ. ഭൂമിയോട് രൂപം ചേർന്നതിനാൽ ബാറക്കുമോ ഓലം വാദാമിൽ ഓലം വൽമീനാമി. ബലിയായി തീർന്നോരേശുവിനായി സ്വയമർപ്പിച്ചോൻ ഗീവറുകി. ആർദ്രത ഞങ്ങളിലുണ്ടാവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനിടെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഭാർഗവോർ സുഹൃതന്മാരെ ശക്തിപ്പെടുത്തുന്നവനും പോരാട്ടക്കാരെ കിരീടം ധരിപ്പിക്കുന്നവനും യുദ്ധശാലികളെ പരാക്രമികളാക്കുന്നവനും അവരുടെ മരണവാസവും അവരുടെ ഓർമ്മകളിൽ സന്തോഷമുള്ളവനുമായ ഉത്തമനായ തനിക്ക് സ്തുതി. ഈ കുരിശു കുദാശ നിർവഹിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു.
നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധ സഹോദരന്മാരുടെ പ്രാർത്ഥനകളാലും ഞങ്ങൾ അർപ്പിക്കുന്ന സ്വന്തം ധൂപം നിന്റെ ദൈവത്വത്തിന്റെ സമാശ്വാസത്തിനും വാഴ്ത്തപ്പെട്ട നിന്റെ മാതാവിന്റെ നിന്റെ സകല പരിശുദ്ധന്മാരുടെയും ബഹുമാനത്തിനുമായി ഞങ്ങൾ നിന്നും കൈക്കൊള്ളപ്പെടുമാറാകണമേ. അവരുടെ വധം നിന്റെ കർത്തൃത്വത്തെ നിരപ്പാക്കുന്ന ബലിയായി തീർന്നതുപോലെ അവരുടെ അസ്ഥികൾ നിന്റെ ഇടവകയെ മറയ്ക്കുന്ന കോട്ടയായി തീരണമേ. അവരുടെ രക്തം നിന്റെ ശ്രേഷ്ഠതയ്ക്ക് പരിമളധൂപമായി തീർന്നതുപോലെ അവരുടെ ഓർമ്മ നിന്റെ ജനത്തിന് ബലമുള്ള കോട്ടയായി തീരണമേ. വാഴ്ത്തപ്പെട്ട പാരമ്പര്യങ്ങളോടും സന്തോഷമുള്ള കാലങ്ങളോടും കൂടെ അവരുടെ പെരുന്നാൾ പരിശുദ്ധ സഭയിൽ പരമ്പരാഗതമാകണമേ. കർത്താവേ, നിന്റെ കൃപാകാരുണ്യത്താൽ കടന്നു പോകാത്തതും അഴിഞ്ഞു പോകാത്തതുമായ മണറയിൽ അവർക്ക് എത്തിച്ചേർന്നതായ ഓഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗത്തിലുള്ള നിന്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷ ദിവസത്തിൽ അവരോടൊന്നിച്ച് പരിപൂർണ്ണ ധൈര്യത്തോടെ നിന്റെ എതിർപ്പിനെ പുറപ്പെടുകയും ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിന്മേൽ സ്തുതിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സഹദഗീവർഗേ സത്താനെ വല്ലാൻ പോരിന്നായത്തി ശബ്ദം പരിശുദ്ധം ഉയരത്തിന്നെത്തി ജേതാവാകും നീ. ഹല്ലേലൂയ ഹല്ലേലൂയ വെന്നാൽ വിസ്തൃതനായി ബാറക്കുമോ ശോല ബോല ബറോവൽ റൂഹക്കാദീശോ മനോലം വാദാമിൽ ഓലം വൽമീനാമി ഗീവറുകി സഹദാനാഥനോടർത്തിക്ക സംരക്ഷിതരാവാൻ സാത്താൻ ലജ്ജിക്കും. സൈന്യങ്ങൾ വീഴും നിന്നഭ്യർത്ഥനയാൽ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നിൻ പ്രാർത്ഥന തുണയ മുറിയോറാഹി മേലനു ആദാരേൻ. ബാറയ്ക്കുമോ സഹോദരന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനായ കർത്താവേ, നിന്നെ പ്രതികൊല്ലപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പക്കൽ അപേക്ഷിക്കാനായി തിരികെയും ചെയ്ത മോർഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ശ്രീപാ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ഞങ്ങൾ തിരുമുമ്പാകെ അർപ്പിക്കുന്ന ഈ സുഗന്ധ ധൂപം കൈക്കൊള്ളണമേ. കർത്താവേ, അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്നും സകല ശിക്ഷകളും കോപത്തിൻ്റെ വടുകളും കടത്തിക്കളയണമേ. സഭയിലും നാനാഭാഗത്തും ശാന്തിയും സമാധാനവും വസിപ്പിക്കണമേ. ഈ കുരിശുമൂലമുള്ള മധ്യസ്ഥതയാലോ മറ്റു മാർഗത്തിലോ അഭിയപ്പെടുന്ന സകലരും അവൻ്റെ അപേക്ഷയാൽ സഹായിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. അങ്ങനെ പരിശുദ്ധന്മാരാലും സഹോദരന്മാരാലും നിന്നിൽ നിന്നും തുണ പ്രാപിക്കുന്ന എല്ലാവരാലും അവരുടെ പ്രാർത്ഥന മൂലം നിന്റെ പരിശുദ്ധ തിരുനാമം സ്തുതിക്കപ്പെടുകയും സ്തോത്രം ചെയ്യപ്പെടുകയും ചെയ്യുമാറാകണമേ. വിധിപീഠ നിന്നാൻ ഗീവർഗി സകത അക്ഷികൾ വാനത്തെ കാക്കി ചൊന്നേവം നാഥനെ സ്നേഹിച്ചോൻ ലോകം ദേഷിച്ചോൻ വിജയം നൽകുക നീ ദുഷ്ടനു ലജ്ജയതും. ഹാലേലുയ്യ ഹാലേലുയ്യ ജാതികൾ ചൊല്ലായി വാനീശൻ എവിടെന്നു പാർക്കുമോർ ശോല ബോല ബറോവൽ റൂഹക്കാദീശോ ഓലം വാദാമിൽ ഓലം വൽമീനാമി ഗീവറുകി സഹദാ പ്രാർത്ഥിച്ചിടണമേ. ഭുവനത്തെ പ്രതി വിടവുകൾ പോക്കിയിടാൻ വിധിവീടെ നിന്ന പീഡകളേറ്റല്ല നിന്നഭ്യർത്ഥനയാൽ തുണയുണ്ടാകട്ടെ. ഹാലേലൂയ ഓ ഹാലേലൂയ നിന്നർത്ഥന ശരണം തേടുന്നോർക്കെല്ലാം പ്രാർത്ഥിക്കണമേ ഞങ്ങളോടൊപ്പം. മോർഗീവറുഗീസ്
നിൻ പ്രാർത്ഥനയാൽ നാഥൻ പുണ്യം നൽകിയിടട്ടെ. സകത മരണം മൂലം ക്രൂശകർ ജിതരായി ശ്ലീബാ ദൈവത്തിൻ ബലമാണെന്നവരെ കാട്ടി. മാനവർ നിഗ്രഹമേറ്റവനെ പ്രതിബോധിച്ചുലകം യൂതർ തൂക്കിയ രേഖസുതൻ താനെന്നതനെങ്കി ഇവരുകി സഹദാ തന്നിണമേറ്റോനാം നാഥ നിന്നിണമതിനാൽ രക്ഷിതയാം സഭയിൽ കൃപ ചെയ്യുക. പ്രാർത്ഥനയാൽ കോപത്തിൻ ദണ്ഡൊഴിവാക്കണമേ. സഭയിലും എല്ലാ ദേശത്തും നിൻ ക്ഷേമം നൽകാം. മോർഗി വെറുഗീസിൻ പ്രാർത്ഥനയാൽ നീങ്ങിടട്ടെ. ശിക്ഷകളെല്ലാ ഭാഗത്തും ക്ഷേമം വാഴട്ടെ. പൗലോ സ്ലീഹാ ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും താനേൽക്കും സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നോ. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനെ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. സ്നേഹാടിയുടെ അനുസ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു. വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലരോ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉദരവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ എല്ലാ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ആഹായ് ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ദ്വേഷികളെ മതിച്ചിടും നിൻ നാമത്തിൽ. ഹല്ലേലൂയത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗക്കാരനായ വിശുദ്ധ മത്തായി സ്ലീഹായിൽ നിന്നും ഒന്നവൻ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇവിടെ രക്ഷിക്കാൻ നിന്നേച്ചവന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരം ധരിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ അരുളിച്ചെയ്തു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകൾ എന്നപോലെ ഇതാ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പാമ്പുകളെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിപ്പീൻ. എന്നാൽ മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തെന്നാൽ അവർ നിങ്ങളെ ന്യായസ്ഥലത്ത് ഏൽപ്പിക്കുകയും അവർ സംഘങ്ങൾ വെച്ച് നിങ്ങളെ മർദ്ദിക്കുകയും നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ മുമ്പാകെ അവരുടെയും ജാതികളുടെയും സാക്ഷ്യത്തിനായി എൻ്റെ നിമിത്തം നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയോ എന്തോ നിങ്ങൾ സംസാരിക്കുന്നെന്ന് വിചാരപ്പെടേണ്ട. എന്തെന്നാൽ എന്ത് നിങ്ങൾ സംസാരിക്കണമെന്ന് ആ നാഴികയിൽ നിങ്ങൾക്ക് നൽകപ്പെടും. എന്തുകൊണ്ടെന്നാൽ സംസാരിക്കുന്നത് നിങ്ങളല്ല, എന്നാലോ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങൾ സംസാരിക്കുന്നു.
എന്നാൽ സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കൾ പിതാക്കന്മാർക്കെതിരായി എഴുന്നേറ്റ് അവരെ നിഗ്രഹിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങൾ ദേഷിക്കപ്പെട്ടവരായി തീരും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊന്നിലേക്ക് നിങ്ങൾ ഓടിപ്പോകുവേൻ. എന്തെന്നാൽ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ വരുവോളം ഇസ്രായേൽ ദേശത്തുള്ള പട്ടണങ്ങളെല്ലാം നിങ്ങൾ സഞ്ചരിച്ചു തീർക്കുകയില്ല എന്ന് തന്നെ അരുളി ചെയ്തു. വാത്സല്യമുള്ളവരെ, സ്ലീബ ആഘോഷം നടത്തുകയാണ്. ഈ കുരിശിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ഒരു കുരിശ് 4 ദിക്കിലേക്കും തിരിഞ്ഞ് സ്ലീബ ആഘോഷം നടത്തി. ദേവാലയത്തിൽ വെച്ച് നാം നടത്തുന്ന സ്ലീബ ആഘോഷം പോലെ തന്നെ 4 ദിക്കിലേക്കും തിരിഞ്ഞുള്ള ആഘോഷം നടത്തി ഈ സ്ലീബ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കുരിശിൽ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും. സ്ലീബ ആഘോഷം നടത്തുന്ന സമയത്ത് എല്ലാവരും പ്രതിവാക്യങ്ങൾ ഗീതമായി ചൊല്ലുകയും തലകൾ വണങ്ങി കുരിശ് വരച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൂതന്മാർ വിപ്പോനെ ഈശാമി പരിശുദ്ധൻ ക്രോബേന്മാർ തുന്നോനെ ശക്താനീ പരിശുദ്ധൻ ശ്രാപ്പികൾക്കാദേശ് ആർപ്പോനെ ഹൃദിഹീനാനീ പരിശുദ്ധൻ വിശ്വാസിനിയാം തിരുസഭതൻ സുതരാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനി കൃപ ചെയ്യണം. അഗ്നിമയർഹാലൽ ചൊൽവോനെ ഈശാനീ പരിശുദ്ധൻ ആത്മീയർ ശ്ലാഘിപ്പോനെ ശക്താനീ പരിശുദ്ധൻ മൺമയരാഘോ ഷിപ്പോനെ ഹൃദിഹീനാനീ പരിശുദ്ധൻ പാപികളനുതാപത്തോടർത്ഥിച്ചോതുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനി കൃപ ചെയ്യണം. മേലുള്ളോർ നീപ്പോനെ ഈശാനീ പരിശുദ്ധൻ മധ്യമർ കീർത്തിക്കുന്നു ശക്താനീ പരിശുദ്ധൻ കീഴുള്ളോർക്കോ കുന്നോനെ ഹൃദിഹീനാനീ പരിശുദ്ധൻ പാപികളനുതാപത്തോടർത്ഥിച്ചോതുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനി കൃപ ചെയ്യണം. നാഥ കൃപ ചെയ്യണം.
യോഗ കനിവാ ഓറൻകാവൽ ദശമശത്താൻ വസലാവോസാനസറ ഹാമേല ദേവേശ തേ സ്തോത്രം ശുഭോലോക് ഓറുയോ പാപികളാം ദാസരിലലിയും മശിഹാരാജാവേ സ്തോത്രം ബാറയ്ക്കുമോ. ഞങ്ങളുടെ പിതാവേ, എന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരയണമേ. എന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോജനമായിട്ടൂനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ തിരുഫലമായ നമ്മുടെ കർത്താവ് ശിമിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യവർത്ത മറിയമേ, ബ്രാൻഡേ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ശാരീരികവുമായ സകല വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനായി മാർഗീവർഗീസ് സഹദായുടെയും മാർത്തോമാസ്ലിയായുടെയും പരമലമാർ ഗ്രിഗോറിയോസിൻ്റെയും വട്ടശ്ശേരന്മാർ ദിവന്നാസിയോസിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ എന്നേക്കും സംരക്ഷിക്കപ്പെടുവാനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ മാത്രം പരിശുദ്ധനും ശുദ്ധിമാന്മാരെ ശുദ്ധീകരിക്കുന്നവനുമാകുന്നു. നിന്റെ വചനത്താലും പ്രവൃത്തിയാൽ നീ സകലത്തെ വിശുദ്ധീകരിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയാ നിനക്ക് ദൃഷ്ടമുണ്ടായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കുരിശടി പുണ്യപ്രദമാക്കുവാൻ ഇവയ്ക്ക് പുണ്യവരം നൽകണമേ. ശത്രുക്കളുടെ വിദ്വേഷത്തിൽ അധികാരപ്പെടുവാൻ ഇവയെ നീ വിട്ടുകൊടുക്കരുതേ. എന്നാൽ ഇവയുള്ള സകല ക്രമീകരണങ്ങളെ നീ സ്ഥിരപ്പെടുത്തണമേ. ഇവയെ അശുദ്ധമാക്കിയിട്ടുള്ള ബർബരന്മാരും വേദവിരുദ്ധങ്ങളുമായ മനുഷ്യരുടെ ഇടത്തോട്ടുകളിൽ നിന്നുള്ള സകല മാലിന്യത്തിൽ നിന്നും കളങ്കങ്ങൾ ഇവയെ ഇവിടെ പാകണമേ. 7 പ്രാവശ്യം സ്ഫുടം ചെയ്തിട്ടുള്ള തങ്കം പോലെ ഇവ വെടിപ്പാക്കപ്പെട്ട് നിർമ്മലീകരിക്കപ്പെടുമാറാകണമേ. ഈ കുരിശൻ തൊട്ട് ഇതിനെ ബഹുമാനിച്ച് ഇതിൽ സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പാക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ഇതിനെ ബഹുമാനിച്ച് ഇതിൽ സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പാക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ഇത് സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പാക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുമാറാകട്ടെ.
ഇതിനെ ബഹുമാനിച്ച് ഇതിൽ സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ടപടി പാകപ്പെട്ട വിശദീകരിക്കപ്പെടുമാറാകട്ടെ. വന്യപിതാവിന്റെ പ്രാർത്ഥന നാമേ ചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്ഥലത്തിന്റെയും ഇഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവും ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും ദൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലം താൻ മുഖാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യരായങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി മനസ്സാപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരയായി തരുന്ന മനുഷ്യനായി ദിവസമില്ലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ട കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട 3-ാം ദിവസം എഴുന്നേറ്റ സർവ്വത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്ത് പാർത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോയവരും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ പരിപാലിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും കൂടെ ബന്ധിക്കപ്പെട്ട് ആസ്വദിക്കപ്പെടുന്നവനും സ്നേഹന്മാരും സംസാരിച്ചവരുമായ ജീവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെത്തി പറഞ്ഞ് മരിച്ചുപോയവരുടെ ഏറെപ്പനും പെരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ പാർക്കുമോ സ്തവൻ കാലസ്പൃഹയിലായിസോ Walsheno beniono daito kadisto daloho Walsheno beniono daito kadisto daloho Teshvotoli korogadrorotli soyuso kadisto sabiasbusia Walsheno beniono daito kadisto daloho Teshvotoli korogadrorotli soyuso kadisto sabiasbusia Walsheno beniono daito kadisto daloho Teshvotoli korogadrorotli soyuso kadisto sabiasbusia Walsheno beniono daito kadisto daloho Teshvotoli korogadrorotli soyuso kadisto sabiasbusia Walsheno beniono daito kadisto daloho Teshvotoli korogadrorotli soyuso kadisto sabiasbusia Walsheno beniono daito kadisto daloho ജന്മോകിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻജിതമോർക്കായി ദുർഗരം പാർക്കുമോ പോലും റോമൻ റൂഹോ കാദീശോ മിനോലം ആദാമിലോലം വൽമിനമീൻ നിന്നെ ലഭിച്ചോ രേഖസുതന്ത്രകരൾ ഞങ്ങളിൽ അലിവാൻ താൻ അക്കലപേക്ഷയാണ് കേണം ഹൃദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമള ധൂപം മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ അടികളയും മാച്ചിടേണം തഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടേ വിഷയങ്ങളും പാറയ്ക്കുമോ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക സ്തോമൻ കാലസ്കുറിയിലായി ഭാഗ്യം സ്നേഹാർക്കും ഭാഗ്യം സഹദേർക്കും
പുനരുദ്ധാനദിനെ മറക്കുമോ കാൺമാൻ കംഷിച്ചൊരു സഹദൻ വളർ ചിറകുകൾ പോലുന്നത പാദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ വർദ്ധിപ്പിൻ കർത്താവോട അടികളെയും കോപത്തിൽ അടികളെയും വായിച്ചിടാൻ വൈരികളിൽ നിന്നും ഗതങ്ങളെ നീ ഹല്ലേലൂയ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു മറക്കുമോ ദ്വേഷിയെന്നു സ്ലീബായി സാക്ഷിച്ചോർഗായ് സ്ലീബായാകട്ടെ കോട്ടാസ്തോമെൻകാലസ്കുറിയിലായി ദുഷ്ടനെ നാം പേടിക്കില്ല തൻ ദിവ്യായുധധാരികളാം നമ്മൾക്കും നദിയുണ്ടാകും പറക്കുമോ സ്ലീബായി തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോർ മൃദനസ്ഥികളിൽ മീതെ ചൊരിയട്ടെ കരുണാപാലി നീർ മുറിയോറാകെ മേലൻവാദാറേ സ്തോത്രം പറപിളർന്നു തന്തനിയ ഹൃദയേറി സ്തോത്രം പാടി. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീകമായ ഈ കുരിശടിയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവമാർത്ത വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾക്കും വിശ്വാസവരേതർക്കും ഭാവൂരിക നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധറുഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ള നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതമായ നിന്റെ സിംഹാസനം മുമ്പാകെ അംഗീകരിക്കപ്പെട്ടതും കൈക്കൊള്ളപ്പെട്ടതുമായ തീർക്കുമാറാകണമേ. തിരുമനസിന്റെ അനുവാദത്തോടുകൂടി ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഇവിടെ സ്ഥാപിതമായ ശ്ലീബ ഈ സമയത്ത് പുനഃപ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവം തിരുമനസായി. പ്രത്യേകമായി കാട്ടിപ്പറമ്പിൽ KC ജോണിനെയും ഏലിയാമ ജോണിനെയും ഈ സമയത്ത് നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഈ കുരിശടി ഉള്ള സ്ഥലം ദാനമായി ഇടവകയ്ക്ക് നൽകുകയും ഇവിടെ ഉണ്ടായിരുന്ന കുരിശടി പണിത് പ്രിയ മകൻ ബാബുമോന്റെ സ്മരണ നിലനിർത്തുവാൻ തക്കവണ്ണമാണ് അന്ന് ഈ കുരിശടി ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. അതിന് 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത് പുനരുദ്ധരിച്ച് ഒരു കൽക്കുരിശായി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകമായി കാട്ടിപ്പറമ്പിൽ ഐബ് സാറിനെ പ്രത്യേകമായി ഒരു സമയത്ത് സ്മരിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ കുരിശ് സ്ഥാപിക്കുവാൻ തക്കവണ്ണം വീണ്ടും സ്ഥലം ആവശ്യമായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള സ്ഥലം സൗജന്യമായി ഇടവകയ്ക്ക് നൽകുവാൻ തക്കവണ്ണം കാണിച്ച മനസ്സിന് പ്രത്യേകമായി ഈ സമയത്ത് നന്ദി അർപ്പിക്കുകയും ദൈവസന്നിധിയിൽ സ്മരിക്കുകയും വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കുരിശടിയുടെ നിർമ്മാണം ഈസ്റ്റർ ദിവസം, അതായത് മാർച്ച് മാസം 27-ാം തീയതി ഇടവക മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഇതിന്റെ ശീല ബ്ലസ് ചെയ്ത് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. അഭിനന്ദ തിരുമേനി കൊണ്ട് ഇത് കൂദാശ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശാരീരിക ബലഹീനതകൾ കാരണം നമ്മുടെ സമീപത്തുള്ള നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ അധിപനും അതുപോലെ തന്നെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തായും കൂടിയായ അഭിനന്ദ ജോഷുമാർ നിക്കോദീമോസ് തിരുമനസ്സുകൊണ്ട് ഇതിന് നിയോഗിതനായി തീർന്നിരിക്കുകയാണ്. അഭിനന്ദ ഇടമെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് എല്ലാ ശുശ്രൂഷകൾക്കും സഹായിക്കുവാൻ തക്കവണ്ണം എപ്പോഴും ശ്രമിക്കുകയും എപ്പോഴും വിളിക്കുകയും ചെയ്യുന്നത് ഈ തിരുമനസ്സിനെയാണ്. ഞാൻ പൂർണ്ണ ശമാശനാകുമ്പോഴും അതുപോലെ തന്നെ വൈദികൻ ആകുന്ന സമയത്തും 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകൾക്കും മെത്രാപ്പൊലീത്ത തിരുമനസ്സിനെ സഹായിച്ചത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. 2 തിരുമേനിമാരും ഒരുപോലെ കാപ്പായിട്ട് നിന്ന് എനിക്ക് പട്ടം തന്നത് ഈ സമയത്ത് ഈ കുരിശിന്റെ കൂദാശ സമയത്ത് പ്രത്യേകമായി സ്മരിക്കുക. അങ്ങനെ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ബ്ലസ് ചെയ്തു തന്ന കല്ല് ഇവിടെ സ്ഥാപിച്ച് ഇത് കൂദാശ ചെയ്യുവാൻ തക്കവണ്ണം ഇവിടേക്ക് കൃത്യസമയത്ത് തന്നെ എഴുന്നള്ളി വരികയും അതുപോലെ തന്നെ ഈ കൂദാശ കർമ്മം വളരെ ദൈവ സാന്നിധ്യത്തിൽ നിർവഹിക്കുകയും ചെയ്ത അഭിനന്ദ തിരുമേനിയോടുള്ള സ്നേഹവും
ഭക്തി ആദരവുകളും അവിടുത്തെ തൃപ്പാദത്തിന് നിങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, ഈ ഇടവകയുടെ ഓമനപുത്രൻ അല്ലെങ്കിൽ ഇടവകയുടെ വൈദികൻ, എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം നിന്ന് നേതൃത്വം നൽകുന്ന വന്ദനായ മത്തായി കുന്നിലത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമീപ ഇടവകയായിരിക്കുന്ന ബേദലഹീം കാതോലിക്ക പള്ളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വന്ദനായ ജോസഫ് അച്ഛൻ, അവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ മുൻ വികാരിമാരായി ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ജോൺസൺ ശക്തിമംഗലം അച്ഛൻ, വന്ദനായ കോരുത് ചെറിയാനച്ഛൻ, ഇമ്മാനുവൽ അച്ഛൻ, നമ്മുടെ സമീപ ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്ദനായ സുനിൽ അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷകളൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് തത്സമയം ഗ്രിഗോറിയൻ ടിവിയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രിഗോറിയൻ ടിവിയുടെ പ്രവർത്തകരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ ആധ്യാത്മിക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ആധ്യാത്മിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകമായി കടന്നു വന്നിട്ടുണ്ട്. ഒന്നിനായ ജോയ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ജനപ്രതിനിധികളെ പ്രത്യേകമായി ഓർക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോജി ചെറിയാന്, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ, വൈസ് പ്രസിഡന്റ് ശ്രീകുമാരി, വാർഡ് മെമ്പർ ലേഖ അജിത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീകുമാരി എന്നിവർ ഇവിടെ കടന്നു വരികയും ഇതിൽ സംബന്ധിക്കുകയും ചെയ്തു. ഈ കുരിശിന്റെ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള സാങ്ഷന്റെ കാര്യത്തിലൊക്കെ എല്ലാം സഹകരിച്ച ഇവരോടെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനിയുമുള്ള ക്രമീകരണങ്ങളെ കുറിച്ചുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് തിരികെ പോകുന്നു. ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കാപ്പി സൽക്കാരം ക്രമീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതേ സമയത്ത് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജിൽ നമ്മുടെ തനത് കലയാകുന്ന പരിചമുട്ടുകളി കാണുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കും. അത് കണ്ട് ആസ്വദിച്ചതിനു ശേഷം മാത്രമേ എല്ലാവരും തിരികെ പോകാവൂ എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ കുരിശിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച ഇതിന്റെ മേസ്തിരി, അതുപോലെ തന്നെ ഇതിന്റെ പണി ചെയ്ത പണിക്കാർ എല്ലാവരും ഇപ്പോൾ അല്പസമയത്തേക്ക് ഈ കുരിശിന്റെ മുൻഭാഗത്തേക്ക് കടന്നു വന്ന് അഭിമന്യ തിരുമേനിയിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മെയിൻ മേശരി വന്നാണ്. കടന്നു വന്ന എല്ലാവരോടും, അതുപോലെ തന്നെ സമീപ ഇടവകകളിൽ നിന്നായി കടന്നു വന്നവരുണ്ട്. മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്ന് കടന്നു വന്നവരും നമ്മുടെ ബന്ധുമിത്രാധികളായിരിക്കുന്ന എല്ലാവരും പ്രത്യേകാൽ ഇടവങ്കാട് ഇടവകയിൽ നിന്നും ബുധനൂർ ഇടവകയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള എല്ലാ വിശ്വാസികളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവരും നേർച്ചയിട്ട് കൈമുത്തി ദേവാലയത്തിലേക്ക് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബാൻഡ് മേളവും ഇപ്പോൾ തിരികെ പള്ളിയിലേക്ക് പോകുന്നതാണ്. അവരോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അഭിമന്യ തിരുമനസ്സുകൊണ്ട് പെരുന്നാളിന്റെ കൊടി ഈ കുരിശടിയിൽ ഈ സമയത്ത് ഉയർത്തുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് സാറിന്റെ പെരുന്നാളിന്റെ മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റ് ഇപ്പോൾ നിർവഹിക്കുന്നു. ശ്ലീബാവെന്നോ വെല്ലുന്നോ, ശ്ലീബാവിദ്വേഷിയെവെന്നോ, ശ്ലീബായെ സാക്ഷിച്ചോർക്കാം, ശ്ലീബായാകട്ടെ കോട്ട, സോമൻകാലസ്കുടിയേലായി കോട്ടായുള്ള പേടിക്കില്ല നമ്മൾക്കും ഗതിയുണ്ടാകും.